കൂട്ടുകാരെ, ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചേമ്പ് കൃഷിയിൽ നല്ല വിളവുണ്ടാക്കാൻ പറ്റും. ചേമ്പ് നടുമ്പോൾ ആഴത്തിൽ കുഴിയെടുക്കാതെ വിസ്താരമുള്ള കുഴിയെടുക്കണം. അതുപോലെ തന്നെ ചേമ്പ് നടാൻ ഉപയോഗിക്കുന്നത് ഗുണമേന്മയുള്ള വിത്തായിരിക്കണം. വിത്തല്ല, ഞങ്ങൾ വിത്ത് നടുന്നവരുണ്ട്. ഞങ്ങൾ വിത്തല്ല, വിത്തെടുത്തതിന് ശേഷമുള്ള കട്ടിയുള്ള ഭാഗം അതിൻ്റെ വലിപ്പം അനുസരിച്ച് മുറിച്ചു ചെറുതാണെങ്കിൽ മൊത്തത്തിൽ അങ്ങനെയൊക്കെയാണ് നടുന്നത് കേട്ടോ. നടുമ്പോൾ നിർബന്ധമായിട്ടും അടിവളമായിട്ട് കാലിവളമാണ് നമ്മൾ കൊടുക്കുന്നത്. ജൈവവളം ഏതും ഇടാം, രാസവളം ഇടുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട, ഇതിന് പൊതയിടണം. ഇതിന് പച്ചില പൊതയാണ് ഏറ്റവും പ്രധാനം. എത്രത്തോളം മണ്ണ് ഇളക്കമുള്ളതായിട്ട് നിങ്ങൾ സൂക്ഷിക്കുന്നോ അത്രത്തോളം വിളവ് ഇതിന് കിട്ടും. മണ്ണ് കട്ടിയായി കഴിഞ്ഞാൽ ഈ വിത്തുകൾ വേരോട്ടം കുറയുകയും വിത്ത് വലുതാവാതിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ വിളവ് കുറയും, എണ്ണത്തിൽ കുറയും, അല്ലെങ്കിൽ തൂക്കത്തിൽ കുറയും. നമ്മളെന്ന് വെച്ചാൽ 2-3 പ്രാവശ്യം ഇതിനെ മണ്ണ് പറച്ചു വിട്ടായി കാണുന്നത് പോലെ മണ്ണും പറച്ചു കൂട്ടി വാഴയില കരിയിലൊക്കെ വെട്ടിയിടും. അത് കണക്ക് വട്ടത്തോല് പാഴ്മരങ്ങളുടെയൊക്കെ തോല് വെട്ടിയിട്ടിട്ട് മേടിൽ ചെറുതായിട്ട് മണ്ണും തൂറ്റി കൊടുക്കും. എപ്പോഴും ചേമ്പിൻ്റെ കുഴി നോക്കിയാലും നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നല്ല വിളവ് കിട്ടും, ഒരുപാട് വിത്ത് കിട്ടും. ചേന അതുപോലെ തന്നെയാണ്, പൊതയിടുന്നതാണ് ഏറ്റവും പ്രധാനം കേട്ടോ.